ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. പെരുന്നാളായതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫൊക്കെ ഒമാനിൽ നിന്ന് വന്നിട്ടുണ്ടായിന്. ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ കുറവാട്ടാ. വേറൊന്നും കൊണ്ടല്ല, പെരുന്നാളും ഓര് വരുന്നതൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഇതവരെ മോനാട്ടാ, എൻ്റെ മോൻ്റെ ഒരു 2 മാസം മൂത്ത ആട്ടാ അവന്. ഈ പെരുന്നാൾക്ക് എനിക്ക് ശരിക്കും നാട്ടിലത്തെ വൈബാട്ടാ കിട്ടിയത്. അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും മോനെല്ലായിട്ടുള്ളൊരു ചെറിയ പെരുന്നാളേ ഉണ്ടാവാറില്ലോ. പക്ഷേ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഡേ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ ബ്രദറും ഓരോ വൈഫും പിന്നെ കസിൻ സിസ്റ്ററും ഓരോ മക്കളെല്ലാം ആയിട്ടുള്ളൊരു അടിപൊളി ഡേ തന്നെ ഉണ്ടായത്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ നാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിന്. നാസ്ത മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾക്ക് തട്ടിക്കൂട്ടി നാസ്തയിലാക്കിയിട്ട് നേരെ ബിരിയാണി ആട്ടോ കഴിക്കറ്. പക്ഷേ ഇവരുണ്ടാകുമ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ പത്തലും ചിക്കൻ കറി ആട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ മന്തി ആട്ടോ ഞാൻ ഈ പെരുന്നാൾക്ക് വെച്ചത്. നോർമലി ബിരിയാണിയാണ് പെരുന്നാൾക്ക് വെക്കാറെങ്കിലും ഈ പെരുന്നാൾക്ക് ഒന്ന് സ്പെഷ്യലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മന്തി ആട്ടോ വെച്ചത്. കാരണം അതെടുപ്പ് പണിയാണല്ലോ. ബിരിയാണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവരോട് വർത്തമാനം പറയാനോ ഇവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും കിട്ടില്ല. എൻ്റെ ബ്രദർ ഓൺലി 2 ഡേയ്സിനാണ് വന്നത്. അപ്പം മാക്സിമം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനാട്ടോ ഞാൻ നോക്കിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിക്ക് എടുക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിനെ. ഈവനിങ് ആവുന്നവരെ നമ്മൾ റൂമിൽ തന്നെയാണ് ഇരുന്നത്. കാരണം സമ്മർ ആയതുകൊണ്ട് അത്രയ്ക്കും നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ഈവനിങ്ങൊക്കെ ആവണം ആ ചൂടൊന്ന് കുറഞ്ഞു കിട്ടാൻ. എന്നാലും ഈവനിങ്ങിൽ ചൂടുണ്ട്. പക്ഷേ ഇവിടെ വത്ബ ലേക്കിൽ അങ്ങനെ ചൂടില്ല കേട്ടോ. മാത്രമല്ല ഇവിടെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ സമയമൊന്നും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. കാരണം പിള്ളേരുണ്ടായതുകൊണ്ട് നല്ല ചൂടുമല്ലേ. അപ്പം പെട്ടെന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് നമ്മൾ നോക്കിയത് കേട്ടോ. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഫസ്റ്റ് ടൈം ആട്ടോ യു എയിൽ വരുന്നത്. ബ്രദർ മുന്നേ ഇവിടെ ഉണ്ടായതാണ്. പിന്നെ ഒമാനിലേക്ക് മാറിയതിന് ശേഷമാണ് മാരേജ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മോനെ ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ ബ്രദർ കാണുന്നത്. ഡെലിവറി ടൈമിൽ അവൻ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എന്തോ ഒരു പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ കാരണം അവനക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കാണാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിന്. പക്ഷേ അവൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ തിരിച്ച് യു എയിലേക്ക് തന്നെ വന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഫസ്റ്റ് ടൈം ആട്ടാ അവരെ മോനെ കാണുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നല്ലൊരു ദിവസം തന്നെ ആട്ടാ അവരെല്ലാവരും കണ്ടുമുട്ടിയത്. പിന്നെ നമ്മൾ വത്ബ ലേക്കിന് ശേഷം നമ്മളൊന്ന് കോർണിഷിലേക്കും വന്നിട്ടുണ്ടായിന്. എല്ലാവരും കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് കുറച്ച് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എല്ലാ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈദ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വിശേഷവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.